ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തിരുവാതിരയായിട്ടൊന്നും അല്ല കേട്ടോ വന്നേക്കുന്നത്. ഇന്ന് നമ്മുടെ പാത്തുക്കുഞ്ഞിൻ്റെ 3rd ബർത്ത്ഡേ ആണ്. നമുക്കിന്ന് 3 വയസ്സാവും, ജൂലൈ 30. സോ ഇന്ന് ഞാൻ വിചാരിച്ചു പാത്തുക്കുഞ്ഞിൻ്റെ രാവിലെ തൊട്ടുള്ള വൈകിട്ട് വരെയുള്ള കുട്ടി സെലിബ്രേഷൻ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഒട്ടും താമസിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിറന്നാൾ ആശംസകൾ. അങ്ങനെ ഉച്ച സമയമായി ഒരു ചെറിയൊരു സദ്യ തട്ടിക്കൂട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ സൗണ്ടിന് എന്ത് പറ്റിയെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ, സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കറികൾ വരുന്നത്. എല്ലാ കൂട്ടമൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിൽ പരിപ്പും അവിയലും ഒക്കെ ഉള്ള പായസമൊക്കെ ഉള്ള ഒരു ചെറിയ സദ്യ. അങ്ങനെ എല്ലാവരും കഴിക്കാനിരുന്നു. പാത്തുപ്പെണ്ണ് അച്ഛമ്മോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. അച്ഛമ്മ അവളെ ഉമ്മ വെക്കാൻ ചെന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, വഴക്കുണ്ടാക്കുന്നുണ്ട്. എന്നെ എല്ലാവരും അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഞാനിതെന്താണ് ഈ ക്യാമറയായിട്ട് നിൽക്കുന്നതാണ്. വ്ളോഗ് എടുപ്പാണ് നമ്മുടെ പരിപാടിയല്ലോ. മസാല ദോശ കഴിച്ചിട്ട് വരത്തുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ പാത്തുന്റെ അല്ലേ? പാത്തുന്റെ അല്ലേ? എന്റെ കണ്ടോ? സദ്യ ഇഷ്ടമാണോ പാത്തുമോനെ? സദ്യ പറഞ്ഞു. ഇതെന്താ ഇത് കഴിക്കുന്നത്? എന്താ ആണോ? സദ്യ സദ്യ എന്താ പാത്തു എന്താ കഴിക്കുന്നേ? ഹേ പാത്തു, ഹേ പാത്തു, ഹേ പാത്തു. എന്താ കഴിക്കുന്നതെന്ന് പറ. പായസമാണോ? അങ്ങനെ 6 മണിയായി. ചെറിയ ഒരു ഡെക്കറേഷൻ, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ബലൂൺസൊക്കെ ഒന്ന് വീർപ്പിച്ച് ഒന്ന് വെച്ചു. ആകപ്പാടൊരു മഞ്ഞമയമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഞ്ഞ കേക്ക്, മഞ്ഞ ഉടുപ്പ്, അതുകൊണ്ട് മഞ്ഞ ബലൂണും വെച്ചു. ഡൈനിങ് ടേബിളിലും ഒരു മഞ്ഞ കളർ ഒരു വിരിച്ചു. അച്ഛനും മോളും കുളിയാണ്. അച്ഛനാണ് പാത്തുക്കുട്ടിയെ കുളിപ്പിക്കുന്നത്. 2 പേരുടെ കുളിയാണ്. എന്നെ ഓടിച്ചു വിട്ടു. ഞാൻ അവളുടെ കുളി സീൻ എടുക്കുമെന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കി എന്നെ ഓടിച്ചു വിട്ടവൾ. അങ്ങനെ എല്ലാവരും റെഡിയായി. എൻ്റെ ദൈവം, ഇതാരാ? ഇതെന്നാ കേക്കാ ഇത്? ഇതാണോ എൻ്റെ പൊന്നിൻ്റെ ബാർബിക്യൂ കേക്ക്? തിരിഞ്ഞിരിക്കടാ. കത്തി എടുത്ത് വെച്ച് വേണം നോക്കാൻ. ഇങ്ങനല്ല. അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കിട്ടിയോ? അപ്പയ്ക്ക് കൊടുത്തേ കൊടുക്കത്തില്ലേ? വലിയ മുത്തശ്ശിക്കുണ്ടോ? അംഗൻവാടിയിലെ ടീച്ചർ എപ്പോഴും പറയും അപ്പൂപ്പനെ ഇഷ്ടം, അമ്മമ്മ ഇഷ്ടമല്ലെന്ന് എപ്പോഴും പറയാതെ. ഇച്ചിരി വലിയ മുത്തശ്ശിക്ക് കൊടുത്തേക്ക്. അമ്മമ്മക്കുണ്ടോ? അങ്ങനെ സമയം ഏകദേശം 7:30ആയി. കാത്തുവാവയും ദേവുവാവയും എല്ലാവരും വന്നു. പാത്തുക്കുട്ടി അവരൊക്കെ ആയിട്ട് ഭയങ്കര കളിയാണ് കണ്ടോ. അങ്ങനെ എല്ലാവരും വിളിച്ചവരൊക്കെ ഓരോരുത്തരായിട്ട് വന്നു കളിയായി. ഇല്ല, അമ്മ പോയിട്ട് വന്നില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്. നല്ല സൂപ്പർ ഫ്രൈഡ് റൈസും നല്ല ചിക്കനും പിന്നെ ഇച്ചിരി വെജിറ്റബിൾ കറിയും കൂടെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചിക്കൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട്. പിള്ളേരൊക്കെ ഇപ്പോഴും കഴിയുന്നതാണ്. ആർക്കും ഫുഡ് ടൈം അങ്ങോട്ട് ആയിട്ടില്ല. എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു മേളാങ്കം തന്നെയാണ് ശരിക്കും. അങ്ങനെ സമയം രാത്രി 8:30 ആയിട്ടുണ്ട്. നമ്മുടെ ഡിന്നർ ടൈമായി.
അപ്പോൾ ആദ്യം തന്നെ പാത്തുക്കുട്ടിയുടെ അച്ഛ വീട്ടുകാരാണ് ഫുഡ് കഴിക്കാൻ ഇരുന്നേക്കുന്നത്. പാത്തുമോനും എന്ത് ചെയ്തു, അവരുടെ കൂടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി. എല്ലാവരും ഇരുന്ന് കഴിക്കുമ്പോൾ പാത്തുക്കുഞ്ഞ് മാത്രം താട്ടെ എഴുന്നേറ്റ് നിന്ന് ഫ്രൈഡ് റൈസ് കഴിക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് ഈ വ്ളോഗൊക്കെ എടുക്കുന്നത് എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട്. എല്ലാവരും കഴിക്കുമ്പോൾ എന്തിനാണ് വന്ന് ഈ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷം കഴിഞ്ഞ് കുഞ്ഞ് വലുതായി കഴിയുമ്പോൾ അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അവൾക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് നമ്മളിതൊക്കെ ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഏത് കാലത്താണല്ലേ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാവരും കഴിക്കാനിരുന്നപ്പം വീഡിയോ എടുക്കാൻ ചെന്നത്. എനിക്ക് വിശന്നു, ഞാനും താണ്ടെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. എല്ലാവരും വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:30 ആയി കാണുമായിരിക്കും. എല്ലാവരും പതുക്കെ പതുക്കെ വരുന്നതേ ഉള്ളൂ, കഴിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ ഇരിക്കാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ. അമ്മ പാവം അവസാന സമയത്താണ് ഇരുന്നത്, അച്ഛനും അവസാന ടൈമിലാണ് ഇരുന്നത്. അവസാന ടൈമായപ്പോൾ പാത്തുമോൻ ഒന്നും കൂടി ഫുഡ് കഴിക്കുന്നുണ്ട്. പാത്തുക്കുട്ടി, ഇഷ്ടപ്പെട്ടോ ഗിഫ്റ്റൊക്കെ? നല്ലതാണോ? ഇഷ്ടമായോ? സൂപ്പറാണോ എന്ന് പറ. അത് ആദ്യപ്പോൾ തന്നെയല്ലേ. ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഈ കൺക്ലൂഷൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അന്ന് എടുക്കാൻ മറന്നുപോയി, സത്യം പറഞ്ഞാൽ ഒത്തിരി ലേറ്റായി പോയോണ്ടേ. അപ്പം ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.